നമുക്കിന്ന് നല്ലൊരു പട്ട് പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയാലോ. അപ്പം ഇത് കുറേ നാളുകൾക്ക് മുമ്പേ ഞാൻ ഉണ്ടാക്കി വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല, സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പട്ട് പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. റവ കൊണ്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യണം, കടുക് പൊട്ടിക്കണം. കടുകിന് പിന്നാലെ തന്നെ നമുക്ക് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവയും കൂടി ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് സവാളയും ഒരു 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഒരു നേരിയ തോതിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 2 എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഒരു അത്യാവശ്യം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം വെള്ളം ഉണ്ടാകും ഞാൻ ഒഴിച്ചു കൊടുത്തിന്. ആ വെള്ളം ഒഴിക്കണ ആ വീഡിയോ വരുമ്പോഴത്തേക്കും വീഡിയോ ഒന്ന് പോസായിപ്പോയി. അപ്പം ആ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള റവ, വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അഥവാ വറുത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതിയേ. ഇപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ ആ വെള്ളം ഒഴിച്ച് അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം നിറച്ച് റവ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു സിമ്മിലിട്ടൊന്നും കൂടെ ഒന്ന് നമ്മൾ ഈ ബിരിയാണിയൊക്കെ ദം ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല നാടൻ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു സിമ്മിലിട്ടൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പട്ട് പോലത്തെ ഉപ്പുമാവ് കിട്ടും. ഇറച്ചിക്കറിയുടെ കൂടെ ആയാലും നല്ല വറ്റിച്ച് വെച്ച ബീഫ് കറിയുടെ കൂടെ ആയാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഇത് വെറുതെ കഴിക്കാനായിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ നെയ്യുടെയും ആ തേങ്ങയുടെയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇത് കഴിച്ചു പോകും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. നമ്മളെ ഉപ്പുമാവൊക്കെ നല്ലോണം പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.